ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എംകോം ഫിനാൻസ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസി എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് നോക്കാം. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് എ സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഫോഴ്സസ് that are largely outside the control and influence of a business and that can potentially have both a positive and a negative impact on the business. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നാൽ ബിസിനസ്സിൻ്റെ നിയന്ത്രണത്തിനും സ്വാധീനത്തിനും പുറത്തുള്ളതും അതുപോലെ തന്നെ ബിസിനസ്സിൽ പോസിറ്റീവായും നെഗറ്റീവായും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക ശക്തികളുടെ ഒരു കൂട്ടത്തെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫോഴ്സസുകളെയും കൂടിയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമ്മളൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. തീരെ ഡെവലപ്പ് ആവാത്ത, ഹോട്ടൽ ഫുഡ്സ് ഒന്നും അധികം ആശ്രയിക്കാത്ത ഒരു പ്രദേശത്ത് പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എന്തായിരിക്കും ഫലം? നഷ്ടമായിരിക്കും അല്ലേ? അവിടെ ആ ഹോട്ടൽ സക്സസ് ആവുന്നതിനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം അവിടുത്തെ ആളുകൾ ഹോട്ടൽ ഫുഡ്സിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹോംലി ഫുഡാണ്. അപ്പോൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടോ എന്ന് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ എൻവയോൺമെൻറ്റല്ലേ, ബിസിനസ് എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ബിസിനസ്സിന് കഴിയണം. ഇതാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇനി നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, totality of all such forces. Environment consists of the totality of all such forces as are external to and beyond the control of individual business enterprise and their management. A business organization is required to operate their business within these forces. എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഫീച്ചറാണ് ടോട്ടാലിറ്റി ഓഫ് ഓൾ ഫോഴ്സസ്. ബിസിനസ്സിനെ പുറമേ നിന്ന് എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫോഴ്സസുകളുടെയും ടോട്ടലാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെയും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും നിയന്ത്രണത്തിൽ വരുന്നതും ബിസിനസ്സിന് പുറത്തുള്ളതുമായ എല്ലാ ഫോഴ്സസുകളുടെയും ടോട്ടലാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിന് ഈ ഫോഴ്സസുകൾ അത്യാവശ്യമാണ്. Then next point, environment forces differ from country to country. The environment forces differ from country to country. The intensity of forces also vary from country to country. It may be different from region to region. ഓരോ രാജ്യത്തും വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇന്ത്യയിലെ ബിസിനസ് എൻവയോൺമെൻറ്റ് പോലെ ആയിരിക്കില്ല ചൈനയിലെ ബിസിനസ് എൻവയോൺമെൻറ്റ്. അവിടുത്തെ ഫോഴ്സസുകളും മറ്റു ഘടകങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇന്ത്യയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ചൈനയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര സക്സസ് ആവണമെന്നില്ല. കാരണം ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറും പ്രിഫറൻസും എല്ലാം ആയിരിക്കും. ഇന്ത്യയിലെ എൻവയോൺമെൻറ്റ് ഫോഴ്സസ് പോലെ മറ്റൊരു രാജ്യത്തും ഉണ്ടാകണമെന്നില്ല. റീജിയൻ മാറും തോറും എൻവയോൺമെൻറ്റും മാറിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. Then third one, sociological environment. The sociological environment affects and gets affected by the economic environment of business. The social attitudes towards business determines the number of persons attracted in the business field. സോഷ്യോളജിക്കൽ എൻവയോൺമെൻറ്റിലെ ചേഞ്ചസ് ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് എൻവയോൺമെൻറ്റിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സിനോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവം ബിസിനസ് മേഖലയിൽ ആകർഷിക്കപ്പെടുന്ന വ്യക്തികളുടെ എണ്ണം നിർണ്ണയിക്കുന്നു. ഇവിടെ പറയുന്നത് നമുക്കറിയാം, സോഷ്യോളജിക്കൽ എൻവയോൺമെൻറ്റ് ഇപ്പോഴത്തെ സമൂഹം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ ടേസ്റ്റും പ്രിഫറൻസും എല്ലാം ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസ് ബിസിനസ്സുകളെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ്. കാരണം വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി പല സോഷ്യൽ മീഡിയകളും ഇന്നത്തെ തലമുറകൾക്കിടയിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത് സ്മാർട്ട് ഫോണുകളുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു.
നമ്മൾ പണ്ടൊക്കെ നോക്കിയ സെറ്റാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. ഒരു സമയം ആയപ്പോൾ നോക്കിയയുടെ ഡിമാൻഡ് കുറഞ്ഞു വന്നു. നോക്കിയയുടെ കമ്പനി അതിനെക്കുറിച്ച് വിശകലനം നടത്തിയപ്പോൾ മനസ്സിലാക്കി ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിന് ആവശ്യമുള്ളത് സ്മാർട്ട് ഫോണുകളാണെന്ന്. അങ്ങനെ സ്മാർട്ട് ഫോണുകൾ വികസിപ്പിച്ചെടുക്കാൻ നോക്കിയ തീരുമാനിച്ചു. ഇവിടെ എന്താണ് ഉണ്ടായത്? ബിസിനസ് എൻവയോൺമെൻറ്റിലെ ചേഞ്ചസ് മനസ്സിലാക്കിയപ്പോൾ ബിസിനസ് ആ മാറ്റത്തിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ പല സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സും ബിസിനസ്സിൽ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ട്. Then fourth one, political environment and economic environment is interrelated. If there is political stability, more people will come forward to start business enterprises and adopt risk. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും എക്കണോമിക് എൻവയോൺമെൻറ്റും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള രാജ്യമാണെങ്കിൽ, ഒരു സ്ഥിരതയുള്ള പൊളിറ്റിക്സ് ഉള്ള രാഷ്ട്രീയമുള്ള രാജ്യമാണെങ്കിൽ അവിടെ ആളുകൾ ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരികയും റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യും. കാരണം സ്ഥിരതയുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ ബിസിനസ്സിന് സക്സസ് ആവാൻ എളുപ്പമാണ്. അവിടെ ബിസിനസ്സിന് സക്സസ് ആവുന്നതിൽ തടസ്സമൊന്നും അധികം നേരിടേണ്ടി വരില്ല. Then on the other hand, if there is political instability, there will be business uncertainties. People do not like to take risky ventures or business. എന്നാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആണെങ്കിൽ, രാഷ്ട്രീയം സ്ഥിരതയില്ലാത്തൊരു രാഷ്ട്രീയമാണെങ്കിൽ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിൽ നിന്നും മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നുമെല്ലാം ആളുകളെ പിന്നോട്ട് വലിച്ചെന്ന് വരും. കാരണം ബിസിനസ് ഓണേഴ്സ് എപ്പോഴും റിസ്ക് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകും. അപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിലേക്ക് കടന്നു വരാൻ അവർക്ക് അത്ര ഇഷ്ടമുണ്ടാകണമെന്നില്ല. ഇങ്ങനെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ബിസിനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. Then next feature, complex. Business environment is complex. ബിസിനസ് എൻവയോൺമെൻറ്റിന് കോംപ്ലക്സ് ഫീച്ചർ ഉണ്ടെന്ന് പറയാം. കാരണം ബിസിനസ് എൻവയോൺമെൻറ്റിലെ ചേഞ്ചസ് ബിസിനസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ അത്ര എളുപ്പം കഴിയില്ല. ചിലപ്പോൾ ചെറിയൊരു മാറ്റം ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുള്ളൂ. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നികുതി വർദ്ധിപ്പിക്കുക, സോഷ്യൽ പ്രിഫറൻസും ടേസ്റ്റും എല്ലാം ചേഞ്ച് ആവുക, അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് ആണെങ്കിൽ പോലും അത് ബിസിനസ്സിനെ വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ ബിസിനസ് എൻവയോൺമെൻറ്റിലെ ചേഞ്ചസ് എത്രത്തോണ്ട് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കൃത്യമായി കഴിയാത്തത് കൊണ്ട് തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റിന് കോംപ്ലക്സ് ഫീച്ചർ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഫീച്ചറാണ് ഡൈനാമിക്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു സ്ഥിരമായിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഏതൊരു ബിസിനസ്സിൻ്റെയും സക്സസ്സിന് വേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഇല്ലെങ്കിൽ, ബിസിനസ് എൻവയോൺമെൻറ്റിലെ ഫോഴ്സസ് ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സിനും സക്സസ് ആവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എൻവയോൺമെൻറ്റിലെ ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ പറഞ്ഞു ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നല്ലേ, അപ്പോൾ ആ ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ബിസിനസ്സും മുന്നോട്ട് പോകണം. സോ വി ക്യാൻ സേ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. Then last one, business environment is the sum total of all factors external to the business firm and that greatly influence their functioning. ഇത് നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്. എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നാൽ ബിസിനസ്സിന് പുറത്തുള്ള എല്ലാ ഘടകങ്ങളുടെയും ഫോഴ്സസുകളുടെയും ആകെത്തുകയാണ്. അവ പുറത്തു നിന്നുള്ള ഫോഴ്സസ് ആണെങ്കിലും ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനിയുള്ള ടോപ്പിക്സൊക്കെ നമ്മൾ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.